ഒത്തിരി ആമ്പിള്ളേർ വരുന്നേ കാണാം. ഒത്തിരി നമ്മുടെ പറമ്പിൻ്റെ അവിടെ ഒത്തിരി മദ്യക്കുപ്പികളും ബിയറിൻ്റെ ബോട്ടിലുകളും എല്ലാം ആൾക്കാർ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാം എന്താ ഇത്ര ആൾക്കാരൊക്കെ വരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വലിയ അപ്പോഴാണ് നമ്മുടെ താഴത്തെ പറമ്പിൽ പുല്ല് വെട്ടാനായിട്ട് വന്നത്. അവിടെ നിറച്ച് എന്താ ബേസ് ബോർഡും കുപ്പികൾ, മദ്യക്കുപ്പികൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ മദ്യക്കുപ്പികൾ, പെപ്സി, കോള, ഇതെല്ലാം കൂടെ ഈ ബേസ് ബോർഡിൽ അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞേക്കുക. അപ്പോൾ മനസ്സിലായി ഇവർ പാർട്ടി കൂടാനാണ് വരുന്നത്. ഭയങ്കരമായിട്ട് പാട്ട് വിട്ട് ആഘോഷം, തിമിർപ്പ്, എന്നും മിക്കവാറും തിമിർപ്പാണ്. എന്നും പാട്ട് കാണും ആ സമയത്ത്. അതിനുശേഷം അത് തിമിർപ്പ് എപ്പോഴും ഉണ്ട് കേട്ടോ. മിക്കവാറും കാണും പാട്ടും കൂത്തും. പിന്നെ കാണാം പലപ്പോഴും വണ്ടിയിൽ ഇങ്ങനെ കൊച്ചുങ്ങളെ ഒരുക്കി കൊണ്ടുപോകാറുണ്ട്. ഒരുങ്ങി ഒരു താലിയുമായി വിവാഹ വസ്ത്രത്തിൽ ഓടിച്ചെന്ന് കയറിയത് അയൽവാസിയായ ഒരാളുടെ വീട്ടിലാണ്. ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കുന്നു എന്ന്. അവിടുത്തെ അന്തേവാസിയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി ഈ ഗർഭം മറച്ചു വെക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ ഗിരിജയുടെ മകൻ വിവാഹം കഴിച്ചു. മറ്റൊരു വീട്ടിൽ അഭയം തേടണമെങ്കിൽ അതിന് മാത്രം പൈശാചികമായി ആ കുട്ടിയോട് പെരുമാറിയത് കൊണ്ടല്ലേ ഗിരിജയും മകനും തന്നെ ആയിരിക്കുമല്ലോ അത് ചെയ്തിരിക്കുന്ന ആള്. അതോ അവിടെ രാത്രി 11 മണിക്ക് ശേഷം മതിൽ ചാടി വരുന്ന വല്ല ആൺപിള്ളേരുടെ മുമ്പിലേക്ക് ഈ പെൺകുട്ടിയെ എറിഞ്ഞു കൊടുത്തോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഗിരിജ, മകൻ സുജിത്ത് എന്നിവർ നൽകേണ്ടതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാരും പൊതുജനങ്ങളും കാത്തിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ അനാഥാലയങ്ങളും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, സാമൂഹ്യക്ഷേമ വകുപ്പിലെ കേന്ദ്രമന്ത്രിമാർ ഇടപെട്ട് ഇതിന് വേണ്ട ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുന്നു. കേരളത്തിലെ മന്ത്രിമാർ എല്ലാം അടച്ചു വെച്ച്, മൂടി വെച്ച്, പുതച്ചു വെച്ച് കൊണ്ടുപോകും. കയ്യിൽ കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തുമാകാമെന്നാണ് പലരുടെയും ധാരണ. ആ ധാരണയെ ഒന്ന് മാറ്റി എഴുതാമോ? ഇത്രയും ന്യൂസുകൾ വന്നിട്ടും ഗിരിജയെയും മകനെയും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗിരിജയെയും മകനെയും ഒളിവിൽ താമസിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തത് ഒരു പക്ഷേ ആ നാട്ടിലെ MLA-യോ മന്ത്രിയോ ആയിരിക്കാം. രാഷ്ട്രീയപരമായി അവർക്ക് നല്ല പിടിപാടുള്ളത് കൊണ്ട് അവരെ ആർക്കും തന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് അവരെ ഒന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യങ്ങളെല്ലാം വിശദമായി അറിയേണ്ടതുണ്ട്. അന്തേവാസികളിൽ കുട്ടികളെ മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. അമ്മമാരെ മാറ്റേണ്ടതുണ്ട്. അമ്മമാർക്ക് ഇപ്പോൾ ഭക്ഷണമൊക്കെ കുറേശ്ശെയായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. എല്ലാ യൂട്യൂബേഴ്സിനെയും ഒതുക്കാൻ വേണ്ടിയാണ് ഗിരിജയുടെ മരുമകൻ ഇറങ്ങിയിരിക്കുന്നത്. മരുമകനെ എന്റെ പൂതി മനസ്സിൽ വെച്ചോ, നീ അങ്ങ് ഒതുക്കിക്കളയോ എന്നാ അതൊന്ന് കാണട്ടെ. ഞങ്ങളെ യൂട്യൂബേഴ്സിനെ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഒതുക്കിയത് കൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത്? അവിടുത്തെ അമ്മമാർക്ക് കൃത്യസമയത്തിനുള്ള ഭക്ഷണവും വസ്ത്രവും മരുന്നും നൽകി അവരെ നല്ല രീതിയിൽ ഒരു വീടും വാടകയ്ക്കെടുത്ത് അനാഥാലയം എന്നും പറഞ്ഞ് അവിടെ കുറെ അന്തേവാസികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ക്രൂരമായി അവിടെ മർദ്ദിക്കുകയും തലക്കടിക്കുകയും കൊല്ലുകയും ചെയ്ത് ശവം വരെ വിറ്റ കാശാക്കുന്ന ഗിരിജയാണോ ശരി? അവിടുത്തെ അന്തേവാസികളെ മാറ്റുന്നതിലേക്ക് നാട്ടുകാരും ഇടപെടുന്നുണ്ട്. നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്നോ? നാട്ടുകാർ പറയുന്നത് ഇനി ഒരിക്കൽ പോലും ആ സ്ഥാപനം അവിടെ നടത്താൻ സമ്മതിക്കില്ല. ആ ചുറ്റുഭാഗത്ത് തന്നെ 100ഓളം വീടുകളുണ്ട്. ആ 100 വീട്ടുകാരും ഇതിന് എതിരാണ്. ആരും തന്നെ ഗിരിജയെ പേടിച്ചായിരുന്നു ഇതുവരെ ഒന്നും പുറത്തു പറയാതിരുന്നത്. നാട്ടുകാരെ അവളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കുകയായിരുന്നു ഇതുവരെ. ഈ സോഷ്യൽ മീഡിയ വഴി ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് അവിടുത്തെ നാട്ടുകാരും ഇപ്പം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നസീമയുടെ ശവസംസ്കാരം എവിടെ നടത്തി, എങ്ങനെ നടത്തി, നസീമ എങ്ങനെയാണ് മരിച്ചത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. 44 വയസ്സായ ഒരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം മരിക്കുന്നു. അവർ പറഞ്ഞത് ബോധം കെട്ട് വീണു, കുറച്ച് കഴിഞ്ഞപ്പോൾ മൂക്കിലൂടെ രക്തം വന്നു, മരിച്ചു എന്നാണ്. പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതെയാണോ അനാഥാലയത്തിലെ അന്തേവാസികൾ മരിച്ചാൽ സംസ്കരിക്കുന്നത്? പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ? ഇൻക്വസ്റ്റ് തയ്യാറാക്കണ്ടേ? FIR ഇടണ്ടേ? എങ്ങനെയാണ് മരിച്ചത് എന്ന് ജനങ്ങൾ അറിയണ്ടേ? അവരുടെ ബന്ധുക്കൾ അറിയണ്ടേ? നേരായ വഴി കൂടി പോയാൽ ഇതൊന്നും നടക്കില്ല എന്ന് ഗിരിജയ്ക്കറിയാം. ഗിരിജ കുറച്ച് ഗുണ്ടകളെയും വളർത്തി അവർക്ക് ചെല്ലും ചിലവും കൊടുത്ത് അവളും ആല് പോലെ വളർന്നു പോവുകയായിരുന്നു ഗിരിജ. എല്ലാവർക്കും അറിയേണ്ടത് ഈ സ്ഥാപനത്തെ പറ്റിയുള്ള നിജസ്ഥിതികളാണ്.
അതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇനി ആ അനാഥാലയം ഗിരിജ നടത്തിക്കൊണ്ടു പോകണോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഗിരിജ നടത്താതിരിക്കുകയാണ് ഉത്തമം എന്നാണ് അവിടുത്തെ നാട്ടുകാർ വരെ പറയുന്നത്. പരിസരവാസികൾ പറയുന്നത് രാത്രി 10 മണിക്ക് ശേഷം 12 മണി 1 മണി വരെ അവിടുത്തെ അന്തേവാസികളെ സന്ദർശിക്കാൻ മതിൽ ചാടിയാണ് ആൺപിള്ളേർ വരുന്നത് എന്നാണ്. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന പെൺകുട്ടികളെ ആൺപിള്ളേർക്ക് കാഴ്ചവെക്കുകയായിരുന്നു ഗിരിജയുടെ തൊഴിൽ. അതിൽ കൂടെ ഗിരിജ ലക്ഷങ്ങൾ സമ്പാദിച്ചു അല്ലേ? സമ്പാദിച്ചിരിക്കാം. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിന്റെ എല്ലാം സത്യാവസ്ഥ അറിയേണ്ടതാണ്. അന്തേവാസികളിൽ ആർക്കൊക്കെ പീഡനങ്ങൾ ഉണ്ടായി എന്ന് അറിയണം. മരിച്ചുപോയതല്ലേ നമുക്കറിയാൻ പറ്റാത്തതുള്ളൂ. ജീവിച്ചിരിക്കുന്ന അന്തേവാസികളിൽ പലരും ഇന്ന് അവിടെ എല്ലും തോലുമായി ഒരു പേക്കോലമായിട്ടാണ് കാണപ്പെട്ടത്. രാത്രി 10 മണിക്ക് ശേഷം മദ്യക്കുപ്പികളും പലഹാരങ്ങളും വിളമ്പി ആളുകളെ സൽക്കരിക്കലും കുടിച്ച് കൂത്താടി പാട്ടും ഡാൻസുമായിട്ട് അവിടെയുള്ള അന്തേവാസികളെ ഉപദ്രവിക്കുകയുമായിരുന്നു ഗിരിജയുടെ പ്രധാന തൊഴിലെന്നാണ് അറിയാൻ പറ്റിയത്. ഗിരിജ, നീയൊരു മനുഷ്യശ്രീ തന്നെയാണോ? ഇതുവരെ കാണിച്ചു കൂട്ടിയ എല്ലാ വൃത്തികേടിനും ഗിരിജ ഉത്തരം പറയേണ്ടതാണ്.